ഏവർക്കും സ്നേഹനമസ്കാരം. ഞാൻ ഷാവുൽ തെക്കൻ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മഴക്കെടുതി മൂലം വെള്ളപ്പൊക്കവും പകർച്ചവ്യാധി അസുഖങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. തീരദേശ മേഖലയിലാകട്ടെ കടൽ പ്രക്ഷുബ്ധമായി ആ പ്രദേശത്തുള്ള സ്ഥലങ്ങളും വീടുകളും മറ്റ് ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും കടലെടുത്തു കൊണ്ടുപോകുന്ന ദയനീയമായ കാഴ്ച. വളരെ വേദനാജനകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളം പിറവിയെടുത്തത് മുതൽ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് വർഷക്കാലം വരുമ്പോൾ ഇത്യാദി അവസ്ഥകൾ. മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ താഴെയിറക്കാൻ പ്രതിപക്ഷം ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ ആ ഭരണത്തെ താഴെയിറക്കാൻ പുതിയ പ്രതിപക്ഷവും, അങ്ങനെ മാറി മാറി 5 വർഷമോ 10 വർഷമോ ആയി ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുന്ന, കൊഞ്ഞനം കാണിക്കുന്ന ഒരു അവസ്ഥ. ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് തീരദേശ മേഖലയാണ്. എൻ്റെ മണ്ഡലമായിട്ടുള്ള പൊന്നാനി, വെളിയങ്കോട്, പാലപ്പെട്ടി, കാപ്രിക്കാട് തീരദേശ മേഖല എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം. കടൽ പ്രക്ഷുബ്ധമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, വീടുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയല്ലാതെ ഈ പ്രദേശത്ത് വന്ന് പ്രഹസനമായി അവിടെ സന്ദർശനം നടത്തി വീണ്ടും വാഗ്ദാനങ്ങൾ കൊടുത്ത് തിരിച്ചു പോകുന്ന ദയനീയമായ കാഴ്ച. അതിലേറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു അവസ്ഥ, നമുക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ MLA കൃത്യം വ്യക്തമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അതിലപ്പുറം ദയനീയമായ ഒരു അവസ്ഥയാണ് ആ പൊന്നാനി മണ്ഡലത്തെ പാർലമെൻറ്റ് മണ്ഡലമായി അതിനെ പ്രതിനിധീകരിച്ചു പോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ അബ്ദുസമദ് സമദാനി പേരിനെങ്കിലും ആ മണ്ഡലത്തിൻ്റെ ദുരിതങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും കഴിയാത്ത വിധം ഇത്രമാത്രം ജനങ്ങളെ പരിഹസിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു ജനപ്രതിനിധികൾ മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ ഈ പൊന്നാനി മണ്ഡലത്തിലെ ജനപ്രതിനിധികളെ എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരു ചടങ്ങ് മാത്രമാണ് എന്നല്ലാതെ അതിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന് കൃത്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. ഇവർക്ക് ചെയ്യാൻ കഴിയില്ല എങ്കിൽ പിന്നെ ആരാണ് ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കേരളത്തിൻ്റെ മണ്ണിൽ ചെയ്യേണ്ടത്? കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ വികസന രംഗത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ അതേ നാവ് കൊണ്ടേ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, തീരദേശ മേഖലയെ ഇങ്ങനെ പാടെ അവഗണിച്ചിട്ടുള്ള ഒരു അവസ്ഥ പൊന്നാനി മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ രാഷ്ട്രീയം നോക്കാതെ ഒരു മാറ്റത്തിന് വേണ്ടി പല ആളുകളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ നിലവിലുള്ള MLA ശ്രീ KP നൗഷാദ് അലിയാണ്. അദ്ദേഹം വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ തുടർക്കഥയായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒന്നും അറിയാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇലക്ഷന് മുമ്പ് ആ മണ്ഡലത്തിലെ വോട്ടർമാരെ മനസ്സ് കീഴ്പ്പെടുത്തുന്ന വിധത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളും മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളും നടത്തി വോട്ട് മേടിച്ചെടുക്കാൻ വളരെ തന്ത്രം മെനയുന്ന ആളുകളാണ് രാഷ്ട്രീയ മേലാളന്മാർ. അത് നടക്കുന്നുണ്ട്. 10 വർഷം ഇടതുപക്ഷം ഭരിച്ചു. ഭരണം കിട്ടാൻ വേണ്ടി പ്രതിപക്ഷമായിട്ടുള്ള UDFൻ്റെ ആളുകൾ ശ്രമം നടത്തി. ഇപ്പോൾ അവർ ഭരണത്തിലാണ്. എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളം വളരെ പ്രതീക്ഷയോടുകൂടി ഭരണകർത്താക്കൾ ഇപ്പം നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തെ നേരിടുമെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ, അവർ ഹെലികോപ്റ്ററിലും മറ്റ് വാഹനങ്ങളിലൊക്കെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നു. നമ്മൾ കരുതും ഈ ദുരിതാശ്വാസ മേഖലയിലേക്ക് അവിടെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടായിരിക്കും പോകുക എന്നുള്ളത്. പക്ഷേ നല്ല മനോഹരമായ രുചിയുള്ള സ്വാദുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് എന്ന് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ മറ്റൊരിടത്തേക്ക് പോകുന്നു, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, കുശലം പറയുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ കേരളത്തിൽ ദയനീയമായ അവസ്ഥ. പല ജില്ലകളിലും വെള്ളപ്പൊക്കം കൊണ്ട് വീടും വാഹനവും അതുപോലെ തന്നെ മൃഗങ്ങളും മനുഷ്യരും വലിയ പ്രയാസമായ അവസ്ഥയിലേക്ക്, മരണത്തിലേക്ക് പോകുന്നു, നഷ്ടപ്പെടുന്നു, കോടികളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. എന്തെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ് മുന്നിട്ടിറങ്ങിയിട്ടുള്ള പ്രസ്താവനകളോ മന്ത്രിമാരോ ഒന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേവലം അധികാരമോഹത്തിന് വേണ്ടി മാത്രമാണ്. അവർക്ക് ഇതുപോലെയുള്ള വാഹനങ്ങളിലും ഹെലികോപ്റ്ററിലും സഞ്ചരിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുവാനുള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടി മാത്രമാണ്. അതിലപ്പുറമുള്ള വലിയൊരു ഇടപെടൽ നടത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യർക്ക് അത് മനസ്സിലാക്കാനും കാണുവാനും വാർത്താ മാധ്യമങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. തീരദേശ മേഖലയെ ഇങ്ങനെ പാടെ അവഗണിച്ചിട്ടുള്ള ഒരവസ്ഥ, പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തിൽ. എന്തിനാണ് ഇവർക്ക് മനസ്സിലായിക്കൂടെ? ഇവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ MP ആയി പോയ പതിറ്റാണ്ടുകളായി പൊന്നാനി മണ്ഡലത്തെ
പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെൻറ്റിലേക്ക് പോയിട്ട് ഇന്ന് വരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ടോ MP ആയിട്ടുള്ള ഒരാളും നടത്തിയിട്ടില്ല എന്നുള്ള ഖേദകരമായിട്ടുള്ള സംഭവമാണ് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി പറ്റുക. അതേപോലെ തന്നെ സമാനമായ രീതിയും ഇടതുപക്ഷത്തിൻ്റെ MLA ഇവരൊക്കെ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയാതെ എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന വിധത്തിലാണ് ഇവർ ചെയ്യുന്നത്. അത് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ തുറന്ന് പറഞ്ഞ് ആ സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ്. MP ആയാലും MLA ആയാലും. അല്ലാതെ കതറിട്ട് മനോഹരമായ വസ്ത്രങ്ങളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് കുറേ ഫുഡും അടിച്ച് നടക്കുന്നതിലല്ല കേമത്തരവും ഒരു MLA ആയിട്ട് ഉയർത്തി കാണിക്കേണ്ടതും ഒരു MP ആയിട്ട് ഉയർത്തി കാണിക്കേണ്ടതും. ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രദേശത്തെ മാനിക്കണം, ശാശ്വതമായ പരിഹാരം ചെയ്തു കൊടുക്കണം. അല്ല എങ്കിൽ ഹൃദയം കൊണ്ട് നിങ്ങളെ വെറുക്കും. അങ്ങനെ വെറുത്തു കഴിഞ്ഞാൽ ഈ ആളുകളെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നത്, കൈവീശി കാണിക്കുന്നതിലും ഒരു പ്രാധാന്യം ഇല്ല എന്ന ഒരു ചെറിയ അറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് നല്ലതാണ്. ബൈ.